കെട്ടിടങ്ങൾക്ക് പുതുജീവനേകുന്ന അതിസവിശേഷമായ കൃത്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ ഒരു സംരംഭമാണ് EDSS. ഒരു കെട്ടിടത്തിന് പുനർജന്മമേകുമ്പോൾ അതിൻ്റെ രൂപത്തിനും ഘടനയ്ക്കും കാഴ്ചയ്ക്കും ബലത്തിനും മാത്രമല്ല, ആവശ്യമെങ്കിൽ കെട്ടിടത്തിൻ്റെ ദിശയ്ക്കും സ്ഥാനത്തിനും പോലും മാറ്റം വരുത്തുവാൻ EDSSന് കഴിയുന്നു. പഴയ കെട്ടിടങ്ങളെ ബലപ്പെടുത്തി അതേപടി നിലനിർത്തുന്ന പുത്തൻ സാങ്കേതിക വിദ്യയാണ് EDSSന്റെ സവിശേഷത. തികച്ചും അതിനൂതനമായ സാങ്കേതിക വിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. 2003 EDSS ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അതിനുശേഷം 2010 കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലോട്ട് കമ്പനി ഇറങ്ങിയത്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡൊമൈൻസ് എന്ന് പറയുന്നത് ഒന്ന് ബെഡിങ് ലിഫ്റ്റിംഗ്, പിന്നെ ഷിഫ്റ്റിംഗ്, പിന്നെ ലൈക്ക് ഫൗണ്ടേഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, എഞ്ചിനീയറിംഗ് മെറ്റമോർഫോസിസ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ്, പിന്നെ ലൈക്ക് വെർട്ടിക്കൽ പാർക്കിംഗ്. വെർട്ടിക്കൽ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിലുള്ള കെട്ടിടത്തിൻ്റെ അടിയിൽ, അതായത് കെട്ടിടം പൊക്കാതെ ഭൂമിയുടെ അടിയിൽ നമുക്ക് വേറെ സെലാർ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലാണ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എത്ര വലിയ കെട്ടിടമാണെങ്കിലും വലിയ ചെലവില്ലാതെ പുനർനിർമ്മിച്ചെടുക്കുവാൻ EDSSന് സാധിക്കുന്നു. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാതെ രൂപമാറ്റം വരുത്തുന്നത് EDSSന്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകതയാണ്. അതിനുദാഹരണമാണ് തലസ്ഥാന നഗരിയിലെ ഒരു ടൂറിസ്റ്റ് ഹോം. ഈ ടൂറിസ്റ്റ് ഹോം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് EDSS അതിൻ്റെ ഘടനയ്ക്കും രൂപത്തിനും മാറ്റം വരുത്തിയത്. 4 നിലകളുള്ള ടൂറിസ്റ്റ് ഹോമിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താതെ തന്നെ താഴത്തെ നിലയിലുള്ള ഭിത്തികൾ പൊളിച്ചു മാറ്റി കോൺക്രീറ്റ് തൂണുകളും ബീമുകളും നൽകി വിശാലമായ ഹാളാക്കി പുനഃക്രമീകരിച്ചു. മുകളിലത്തെ 3 നിലകളിലെയും പ്രവർത്തനത്തിന് യാതൊരു തടസ്സവും വരുത്താതെയാണ് താഴത്തെ നിലയിൽ ഈ മാറ്റം വരുത്തിയത്. കെട്ടിടം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ രൂപീകരണം മാറ്റാം. അത് ഞങ്ങൾ എഞ്ചിനീയറിംഗ് മെറ്റമോർഫോസിസ് എന്നാണ് അതിനൊരു ഫ്രേസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഒരു പഴയ കെട്ടിടം, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പഴയ ഒരു കെട്ടിടം നമ്മൾ പൊളിച്ച് കളഞ്ഞാൽ പുതിയ ബിൽഡിംഗ് റൂൾസ് ആപ്ലിക്കബിൾ ആവും. ഇതിപ്പോൾ നമ്മൾ ആ കെട്ടിടം പൊളിച്ച് കളയാതെ ആ കെട്ടിടം നിർത്തിക്കൊണ്ട് നമ്മൾ ആ കെട്ടിടത്തിൻ്റെ രൂപീകരണം മാറ്റി ബലപ്പെടുത്തി ഫേസ് ലിഫ്റ്റ് കൊടുത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു വർക്ക് ഞങ്ങളിവിടെ അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ട്. അത് ഒരു 10-27 സ്ക്വയർ ഫീറ്റുള്ളൊരു ടൂറിസ്റ്റ് ഹോം ആയിരുന്നു. ആ ടൂറിസ്റ്റ് ഹോമിൻ്റെ അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോർ അവർക്ക് റെസ്റ്റോറൻറ്റും കോൺഫറൻസ് ഹോളായിട്ട് കൺവേർട്ട് ചെയ്യണം. ഗ്രൗണ്ട് ഫ്ലോർ അത് 3 ഗ്രൗണ്ട് പ്ലസ് 3, അതായത് 4 നിലയുള്ള ടൂറിസ്റ്റ് ഹോമാണ്. അപ്പോൾ ആ ടൂറിസ്റ്റ് ഹോമിൻ്റെ ആ ബിൽഡിംഗ് നിർത്തിക്കൊണ്ട് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള വാൾസ് എല്ലാം മാറ്റി അതിൻ്റെ ലോഡ് ഞങ്ങൾ സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, പോർട്ടർ ഫ്രെയിം കൊടുത്തു. ഒരു സൈഡ് കോൺഫറൻസ് ഹോളായിട്ടും ഒരു സൈഡ് റെസ്റ്റോറൻറ്റായിട്ടും ഞങ്ങൾ കൺവേർട്ട് ചെയ്തു. നടുക്ക് പാസേജ് ഇട്ടുണ്ട്. അത് അത്തരത്തിലുള്ളൊരു ആദ്യത്തെ വർക്കാണ്. വേറെ ആരും അങ്ങനത്തെ വർക്ക് ചെയ്തതായിട്ട് അറിവില്ല. അത് ഏകദേശം 30 മാസം എടുത്തുകൊണ്ടാണ് ആ വർക്ക് ചെയ്തത്. ആ സമയത്തും ആ ടൂറിസ്റ്റ് ഹോമിൻ്റെ മുകളിലത്തെ നിലകൾ വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു. EDSS രൂപമാറ്റം വരുത്തി പുനർനിർമ്മിച്ച് ഒട്ടനവധി കെട്ടിടങ്ങളുണ്ട് കേരളത്തിൽ. എത്ര വലിയ കെട്ടിടമാണെങ്കിലും സ്ഥലവിസ്തീർണം വർദ്ധിപ്പിക്കാതെ രൂപഘടനയിലെ മാറ്റം വരുത്തി സ്ഥല സൗകര്യം വർദ്ധിപ്പിക്കാം എന്നത് EDSSന്റെ മാത്രം സവിശേഷ ശൈലിയാണ്. പഴയ കെട്ടിടത്തിന്റെ അടിത്തറ മുതൽ ബലപ്പെടുത്തിക്കൊണ്ടാണ് EDSSന്റെ നവീകരണ പ്രവർത്തനം ആരംഭിക്കുന്നത്. പഴയ കെട്ടിടത്തിന് പുതിയ കെട്ടിടത്തിന്റെ ശക്തിയും ഉറപ്പും നൽകുകയാണ് അതിന്റെ ലക്ഷ്യം. ഇതിപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ ഒത്തിരി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് ഇവിടെ ഒരു കരാറുകാരനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഏറ്റെടുക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അതിൻ്റെ കോസ്റ്റ് എവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുള്ളത് എപ്പോഴും ബിലോ ദ ഗ്രൗണ്ട് ആയിരിക്കും. അത് ഒബ്വിയസ്ലി അതിൻ്റെ ഫൗണ്ടേഷനായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൗണ്ടേഷനിൽ അതിന് വേണ്ട ലൈക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. മുകളിലോട്ട് എല്ലാം അറ്റ്പാറായിട്ടിരിക്കും. പക്ഷേ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ബലപ്പെടുത്തി ഫൗണ്ടേഷൻ തൊട്ട് ഏറ്റവും ബേസ് തൊട്ടാണ് ഞങ്ങൾ റെക്ടിഫൈ ചെയ്ത് മുകളിലോട്ട് വരുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു വ്യത്യാസം. അതിനാണ് ഞങ്ങൾ ഫൗണ്ടേഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്,
അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ എന്നെല്ലാം പറയുന്നത്. ഇപ്പോൾ പഴയ ആർക്കിയോളജിക്കൽ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മളത് റിസ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഞങ്ങളൊരു ക്ഷേത്രം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10-600 വർഷം പഴക്കമുള്ള ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രം ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ഓട് പോലും പോവാതെ അത് നിർത്തിക്കൊണ്ട് റിസ്റ്റോർ ചെയ്താണ് ഇത് എടുത്തിരിക്കുന്നത്. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയത് പണിയുന്നതിനേക്കാൾ എന്തുകൊണ്ടും ലാഭകരമായ രീതിയാണ് EDSS കൈക്കൊള്ളുന്നത്. മാത്രമല്ല, കെട്ടിടങ്ങൾക്ക് ദീർഘകാലത്തെ ബലവും ഉറപ്പും നൽകുന്നു. അതാണ് EDSSന്റെ പ്രവർത്തന മികവിന്റെ ആധാരവും. ഈ പ്രസ്ഥാനം അതിന്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ഇക്കാലം കൊണ്ട് നിരവധി ആരാധനാലയങ്ങൾക്കും കെട്ടിട സമുച്ചയങ്ങൾക്കും ഈ സ്ഥാപനം പുനർജന്മം നൽകിയിട്ടുണ്ട്. ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾ ഏകദേശം അത്യാവശ്യത്തിലധികം കെട്ടിടങ്ങൾ ചെയ്തിട്ടുണ്ട്, വീടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീടുകൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ചെയ്യാൻ പറ്റി, ഗുരുമന്ദിരങ്ങൾ ചെയ്യാൻ പറ്റി, പള്ളികൾ ചെയ്യാൻ പറ്റി, പിന്നെ വലിയ ടൂറിസ്റ്റ് ഹോമുകൾ ചെയ്യാൻ പറ്റി, വലിയ വലിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ചെയ്യാൻ പറ്റി. അതെല്ലാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ്. കുട്ടനാട് കൈനഗരിയിലെ മേക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ നവീകരണം EDSSന്റെ പ്രവർത്തന മികവിന്റെ ഉത്തമ ഉദാഹരണമാണ്. നൂറ്റാണ്ടുകളായുള്ള വാസ്തുഭംഗിക്കും ഗരിമയ്ക്കും ഒട്ടും കോട്ടം തട്ടാതെയാണ് EDSSന്റെ തനത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ക്ഷേത്രത്തെ പരിഷ്കരിച്ചത്. ആ അമ്പലം അത് നമ്മുടെ കുട്ടനാട് കൈനേരിയിലുള്ള ഒരു മേക്കാട് ഭഗവതി ക്ഷേത്രമായിരുന്നു. അത് ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. എനിക്ക് കേട്ടറിവ് അവിടെ നിന്നുള്ള അറിഞ്ഞത് ഏകദേശം 600 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ്. ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയുള്ള അമ്പലമാണത്. അവിടെ അതൊരു കായലിൻ്റെ സൈഡിലുള്ള അമ്പലമാണ്. പമ്പ നദിയുടെ കൈവഴി. അതിൽ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം നിത്യപൂജ പോലും മുടങ്ങിക്കിടന്നിരുന്ന ഒരു അമ്പലമാണ്. ആ അമ്പലം ഞങ്ങൾ ഏകദേശം 1 മീറ്ററോളം പൊക്കി അത് കംപ്ലീറ്റ് എൻ്റെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ബലപ്പെടുത്തിയെടുത്തു. അതുപോലെ അതിൻ്റെ ഭിത്തിയെല്ലാം ബലപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആ ചെയ്തതിന് ശേഷം 2 പ്രളയം ഉണ്ടായി. 2 പ്രളയത്തിലും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്തു. കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ കെട്ടിടം വിമലഗിരി സെയിന്റ് മേരീസ് പള്ളിയാക്കിയത് EDSSന്റെ കിരീടത്തിലെ മറ്റൊരു തൂവൽ. പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റാതെ അതിന്റെ ഉയരം വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. സ്കൂളിന്റെ മുകൾ നില നിലനിർത്തി 14 മാസം കൊണ്ടാണ് പള്ളിയുടെ പണി പൂർത്തിയാക്കിയത്. അതും പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ 1/3 ചെലവിൽ. ഉടമസ്ഥൻ ആ പഴയ കെട്ടിടം പൊളിച്ചു കളയുകയാണെങ്കിൽ അതിന് എന്ത് ചെലവ് വരുന്നു അതിനേക്കാളും ഒരു 3/1 അല്ലെങ്കിൽ 4/1 അതിൻ്റെ ഏരിയ അനുസരിച്ചിരിക്കും ചിലവ് വരത്തുള്ളൂ. ഇതുപോലെ ചെയ്ത് കയറി താമസിക്കുന്ന കണ്ടീഷനോട് വരുമ്പോൾ അതിലുപരിയായിട്ട് നമുക്കൊരു പുതിയ കെട്ടിടം പണിയാൻ നമുക്കിപ്പോൾ ഒരു 5000 സ്ക്വയർ ഫീറ്റ് 5000 CFT നമുക്ക് മെറ്റൽ വേണമെന്ന് കൂട്ട്, അല്ലെങ്കിൽ 2000 CFT എംസാൻഡ് വേണമെന്ന് കൂട്ട്. അതിൻ്റെ ഒരു 3/1 അല്ലെങ്കിൽ 4/1 വരുവുള്ളൂ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ പ്രകൃതിയും കൂടി നമ്മൾ സംരക്ഷിക്കുകയാണ്. EDSSന്റെ ഉത്തരവാദിത്തം കെട്ടിട നവീകരണത്തിൽ മാത്രം അവസാനിക്കുന്നില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 25 വർഷത്തെ വാറന്റിയാണ് കെട്ടിടമുടമയ്ക്ക് ഈ സ്ഥാപനം നൽകുന്നത്. കൂടാതെ 25 വർഷത്തെ ഇൻഷുറൻസും. അതിലൂടെ നവീകരിക്കപ്പെട്ട കെട്ടിടത്തിന്റെ ഉടമയ്ക്ക് 100% സുരക്ഷിതത്വമാണ് EDSS ഉറപ്പു നൽകുന്നത്. ഞങ്ങൾ ചെയ്യുന്ന വർക്കിന് ഞങ്ങൾ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും പൂർണ്ണ ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസും ഞങ്ങൾ ഇതിനൊപ്പം ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പഴയ കെട്ടിടത്തിനാണ് ഞങ്ങൾ 25 വർഷത്തെ വാറണ്ടിയും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ആ പുതിയ കെട്ടിടം പണിതിട്ടല്ല 25 വർഷം വാറണ്ടി കൊടുക്കുന്നത്, ഒരു പഴയ കെട്ടിടത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ഫൗണ്ടേഷനും അതിനോട്ടുള്ള ബലം ഉണ്ടാവും. അതേപോലെ തന്നെ മുകളിലോട്ട് അഡീഷണൽ ആയിട്ട് പണിയാനുള്ള സ്ട്രെങ്ത്തും കൂടി പുതിയതായിട്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഉണ്ടാവും. സ്ഥലപരിമിതി നേരിടുന്ന നഗരപ്രദേശങ്ങളിൽ പരിമിതികളെ അതിജീവിക്കുവാൻ വളരെ ക്രിയാത്മകമായ മാർഗങ്ങളാണ് EDSS അവലംബിക്കുന്നത്. കെട്ടിടങ്ങൾക്ക് കീഴെയുള്ള
സെല്ലാർ പാർക്കിംഗ് സാങ്കേതികവിദ്യ അവയിൽ ഒന്നാണ്. വിവിധ മേഖലകളിൽ പരിശീലനം സിദ്ധിച്ച് ഒരു കൂട്ടം വിദഗ്ധരുടെ സേവന തൽപരതയാണ് EDSSന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കുന്നത് EDSS ടീമിന്റെ ഒത്തൊരുമയാണ്. ഇത് തീർച്ചയായിട്ടും പരിശീലനം സിദ്ധിച്ചിരിക്കുന്ന ഒരു ടീമിന് മാത്രമേ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് ഞങ്ങളുടെ തന്നെ ഇന്നോസ് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരു ടീമുണ്ട്. അവർക്ക് മാത്രം ഇങ്ങനത്തെ ഒരു വർക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് ഇന്ന് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനായ ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവർ ഉണ്ട്. ചെരിഞ്ഞുപോയ കെട്ടിടങ്ങൾ നിവർത്തുക, കെട്ടിടങ്ങളെ ഉയർത്തുക, മാറ്റി സ്ഥാപിക്കുക, അലൈൻമെന്റുകളിൽ വരുന്ന തകരാറുകൾ പരിഹരിക്കുക തുടങ്ങി അസാധ്യമെന്ന് കരുതിയിരുന്ന കൃത്യങ്ങളാണ് EDSSനെ വേറിട്ടൊരു സംരംഭമായി മാറ്റുന്നത്. അറബിക്കഥകളിൽ മാത്രം കേട്ടു പരിചയമുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിലെ പ്രവർത്തന മികവ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെ തികച്ചും വ്യത്യസ്തമാക്കുന്നു.